അമേരിക്കയ്ക്ക് വ്യക്തമായ മറുപടി നൽകിയിരിക്കുകയാണ് ഭാരതം. രാജ്യ താൽപര്യത്തിൽ വിട്ടുവീഴ്ച ചെയ്തുകൊണ്ട് അമേരിക്കയുമായി ഒത്തുതീർപ്പുണ്ടാകില്ലെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ അറിയിച്ചു. കർഷകരുടെ താൽപര്യം സംരക്ഷിക്കുമെന്നത് ദൃഢനിശ്ചയമാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. കൂടുതൽ വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്നും ജിഷ്ണു കൃഷ്ണൻ ചേർന്നുണ്ട്. ജിഷ്ണു, എന്തൊക്കെ കാര്യങ്ങളാണ് ഇപ്പോൾ വിദേശകാര്യമന്ത്രി മുന്നോട്ട് വയ്ക്കുന്നത്? വിഷ്ണു, താരിഫ് വർധനവ് ഏർപ്പെടുത്തിക്കൊണ്ട് വ്യാപാര ബന്ധത്തിൽ വിള്ളൽ വീഴ്ത്തിയിട്ടുള്ള അമേരിക്കയ്ക്ക് ഭാരതത്തിൻ്റെ ഭാഗത്തുനിന്നുള്ള നിലപാടാണ് കേന്ദ്ര വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ വ്യക്തമാക്കിയിട്ടുള്ളത്. അതായത് യാതൊരു തരത്തിലും രാജ്യത്തിൻ്റെ താൽപ്പര്യങ്ങളിൽ വിട്ടുവീഴ്ച ചെയ്തുകൊണ്ട് അമേരിക്കയുമായി ഒരു ഒത്തുതീർപ്പും സാധ്യമല്ല. അതിനപ്പുറം അമേരിക്കയുമായി ബന്ധത്തിൽ ചർച്ചകൾ നടക്കുന്നുണ്ട്. എല്ലാ രാജ്യവുമായും നല്ല ബന്ധം സൂക്ഷിക്കാനും വ്യാപാര ബന്ധത്തിൽ ഏർപ്പെടാനുമാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ രാജ്യ താൽപ്പര്യത്തിൽ വിട്ടുവീഴ്ച കൊണ്ട് ഒരു തരത്തിലുമുള്ള ഒത്തുതീർപ്പും അമേരിക്കയുമായി ഉണ്ടാകില്ല എന്നാണ് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ വ്യക്തമാക്കിയത്. റഷ്യയുമായുള്ള വ്യാപാര ബന്ധം ആവശ്യമെങ്കിൽ വിപുലപ്പെടുത്തും. ഭാരതം വ്യാപാര ബന്ധത്തിൽ ഏർപ്പെടുന്നത് രാജ്യ താൽപ്പര്യങ്ങൾക്കനുസരിച്ചും ഒപ്പം വിപണിയിലെ മൂല്യങ്ങൾക്കനുസരിച്ചുമാണ് ഓരോ രാജ്യങ്ങളുമായും വ്യാപാരത്തിൽ ഏർപ്പെടുന്നത്. റഷ്യയുമായും അങ്ങനെ തന്നെയാണ്. ഇനി ആവശ്യമെങ്കിൽ റഷ്യയുമായുള്ള വ്യാപാരം കൂടുതൽ മെച്ചപ്പെടുത്തും. റഷ്യയുമായി വ്യാപാരം നടത്തുന്ന ഒരേ ഒരു രാജ്യം ഭാരതമല്ല, നിരവധി രാജ്യങ്ങൾ യൂറോപ്യൻ യൂണിയനിലും അമേരിക്ക വരെയും റഷ്യയുമായുള്ള വ്യാപാരം നടത്തുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്കിഷ്ടമുണ്ടെങ്കിൽ വ്യാപാരം ചെയ്യുക, അതല്ലെങ്കിൽ ഒഴിവാക്കുക. പക്ഷേ ഭാരതത്തിൻ്റെ താൽപ്പര്യങ്ങൾക്കനുസരിച്ച് എല്ലാ രാജ്യങ്ങളുമായും വിവിധ രാജ്യങ്ങളുമായും വ്യാപാര ബന്ധത്തിലേർപ്പെടും. ഒപ്പം രാജ്യത്തിനകത്തെ കർഷകരുടെയും ചെറുകിട ഉൽപ്പാദകരുടെയും താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുമെന്ന് അവർക്ക് നൽകിയിട്ടുള്ള ഉറപ്പാണ്. അതൊരു ദൃഢനിശ്ചയമാണ്. അതുകൊണ്ട് ആഭ്യന്തര ഉൽപ്പന്നങ്ങൾക്ക് ലോക വിപണിയിൽ മികച്ച മൂല്യം കണ്ടെത്തിക്കൊണ്ട് ഭാരതം മുൻപോട്ട് പോകും എന്നുള്ളതാണ് എസ് ജയശങ്കർ വ്യക്തമാക്കിയിട്ടുള്ളത്. സമാനമായിട്ടുള്ള നിലപാട് ഈ ഒരു വിഷയമുണ്ടായ ഉടൻ തന്നെ, അതായത് റഷ്യയിൽ നിന്നുള്ള ഇറക്കുമതി വിഷയത്തിലാണ് അമേരിക്ക ആദ്യം 25% പിന്നീട് 25% അധിക തീരുവയും ഏർപ്പെടുത്തിക്കൊണ്ട് 50% മുകളിൽ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് തീരുവ അമേരിക്ക ഏർപ്പെടുത്തിയത്. അതിനുശേഷം പ്രധാനമന്ത്രി നടത്തിയിട്ടുള്ള പ്രതികരണം ഏറെ ശ്രദ്ധേയമായിരുന്നു. ഈ അമേരിക്കയുമായി യാതൊരു തരത്തിലും രാജ്യ താൽപ്പര്യങ്ങൾ വിട്ടുവീഴ്ച ചെയ്തുകൊണ്ട് ഒത്തുതീർപ്പിലേക്ക് പോകില്ല. അറിയാം, ചില പ്രതിസന്ധികളും പ്രത്യാഘാതങ്ങളും ഉണ്ടാകും. എന്നാൽ അത്തരം പ്രത്യാഘാതങ്ങളെ മുൻപോട്ട് കൊണ്ടുപോകാൻ, അല്ലെങ്കിൽ അത്തരം പ്രത്യാഘാതങ്ങൾ നേരിട്ടുകൊണ്ട് മുൻപോട്ട് പോകാൻ ഭാരതത്തിന് ഇന്ന് സാധിക്കും. ഭാരതത്തിൻ്റെ ആഭ്യന്തര ഉൽപ്പന്നങ്ങൾക്ക് ലോക വിപണിയിൽ മികച്ച മൂല്യം കണ്ടെത്താനാകും എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും നേരത്തെ വ്യക്തമാക്കിയിരുന്ന ആ നിലപാട് ഒരിക്കൽ കൂടി ഉറച്ച ശബ്ദത്തിൽ പറയുകയാണ് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ചെയ്തിട്ടുള്ളത്. രാജ്യ താൽപ്പര്യങ്ങളിൽ വിട്ടുവീഴ്ചയുണ്ടാകില്ല. കർഷകരുടെയും ചെറുകിട ഉൽപ്പാദകരുടെയും ഉൽപ്പന്നങ്ങൾക്ക് ലോക വിപണിയിൽ മികച്ച മൂല്യം കണ്ടെത്തി കൊടുക്കും. അത് അവരെ സംരക്ഷിക്കുമെന്നുള്ളത് ഒരു ദൃഢനിശ്ചയമാണ് എന്നാണ് വിദേശകാര്യമന്ത്രി വ്യക്തമാക്കിയിട്ടുള്ളത്. നിലവിൽ ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ തന്നെ അമേരിക്കയ്ക്ക് അപ്പുറത്തേക്കൊരു വളർച്ച ഭാരതത്തിന് കൈവരിക്കുന്നു, അല്ലെങ്കിൽ നിരവധി ലോകരാഷ്ട്രങ്ങൾക്ക് അമേരിക്കയുടെ തീരുമാനത്തെക്കാൾ കൂടുതൽ സ്വീകാര്യതയും പ്രിയവുമുള്ളത് ഭാരതത്തിൻ്റെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും നിലപാടുകളാണ് എന്നൊരു ഘട്ടം വരുമ്പോഴാണ് ഭാരതത്തിൻ്റെ വളർച്ചയ്ക്ക് തടയിടാനുള്ള വിവിധ തരത്തിലുള്ള ശ്രമങ്ങൾ അമേരിക്കയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. അതിനെ ഏത് രീതിയിലും മറികടക്കാൻ സാധിക്കും. നിലവിലുള്ള അമേരിക്ക തീരുവ ഏർപ്പെടുത്തിയാൽ പോലും അതിനപ്പുറത്തേക്കുള്ള ലോക വിപണിയിലേക്ക് ഭാരതത്തിൻ്റെ ഉൽപ്പന്നങ്ങൾ എത്തിക്കാനും അതിന് മികച്ച മൂല്യം കണ്ടെത്താനും സാധിക്കുമെന്ന ആത്മവിശ്വാസമാണ് വിദേശകാര്യമന്ത്രിയുടെയും ഒപ്പം പ്രധാനമന്ത്രിയുടെയും എല്ലാം വാക്കുകൾക്ക് കരുത്തു പകരുന്നത്. ശരി, ജിഷ്ണു ആണ് വിവരങ്ങൾ നൽകിയത്.